ഹായ് ഹലോ. കൂർക്ക വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് വൃത്തിയാക്കിയെടുക്കുന്നതെന്നും നമ്മുടെ കയ്യിൽ കറ പറ്റാതെ കൂർക്ക എങ്ങനെയാണ് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി കുറച്ച് കൂർക്ക മണ്ണെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഞാനൊരു 10 മിനിറ്റ് നേരം ഇത് വെള്ളത്തിലൊന്ന് കിടക്കട്ടെ കേട്ടോ. അതിനുശേഷമാണ് ഈ കൂർക്ക നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഇനി ഈ കൂർക്ക ഉണ്ടല്ലോ, നമുക്ക് ഏതെങ്കിലും ഒരു കല്ലിൽ വെച്ച് ഒന്ന് ഉരച്ചെടുക്കണേ. അതായത് അലക്കുകല്ലോ അമ്മിക്കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ അതിന് മുകളിലായിട്ട് നമുക്ക് കൂർക്ക വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കൈ വെച്ച് നല്ലപോലെ അമർത്തി ഉരയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കൂർക്ക നമ്മുടെ കൈക്ക് അകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളണ പോലെ നമ്മൾ വെള്ളം തെളിച്ച് ഇതുപോലെ ഒന്ന് ഉരസിയെടുക്കണേ. നമ്മൾ സാധാരണയായി കൂർക്ക മേടിച്ചാലുണ്ടല്ലോ, വൃത്തിയാക്കുമ്പോൾ കൈകളിൽ കറ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് സമയം എടുക്കാറുണ്ട് ഇത് വൃത്തിയാക്കി എടുക്കാനായിട്ട്. അതുകൊണ്ട് പലരും കൂർക്ക കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ പോലും മേടിക്കാനായിട്ട് മടിക്കും കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇതുപോലെ വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ ഇതിലെ തൊലി സകലതും പോയി കിട്ടുവേ. എത്ര കുഞ്ഞു കൂർക്കയാണെങ്കിൽ പോലും നമുക്ക് നല്ലപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഇത് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ തലഭാഗത്ത് ചെറിയ നാരുകൾ ഉണ്ടാവുമല്ലോ, അതുമാത്രം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. ഇതുപോലെ തന്നെ ചെയ്തെടുക്കുമ്പോൾ നമ്മളിതിലുള്ള തൊലിയെല്ലാം പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒന്ന് തെളിച്ച് വേണം കേട്ടോ നമ്മളിത് ഇങ്ങനെ ഉരച്ചു കൊടുക്കാനായിട്ട്. ചിലവരുണ്ടല്ലോ, നമ്മൾ നൂൽച്ചാക്കില്ലേ, നൂൽച്ചാക്കിനകത്ത് തവിടിട്ടിട്ട് അതിൻ്റെ കൂടെ നമ്മൾ കൂർക്ക കൂടി ഇട്ടിട്ട് തല്ലാറുണ്ട്. എന്നിട്ട് നമ്മൾ മുറത്തിലിട്ടതിന് ശേഷം നല്ലപോലെ ഒന്ന് ചേറിയെടുക്കുകയാണെന്ന് വെച്ചാലുണ്ടല്ലോ അതിലെ തൊലിയെല്ലാം പോയി കിട്ടും. പക്ഷേ എനിക്ക് എളുപ്പം തോന്നുന്നത് ഇതുപോലെ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. പിന്നെ വളരെ ചെറിയ കൂർക്കയാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ്. നമ്മൾ നേരാക്കിയെടുക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടാണെങ്കിൽ പോലും നമുക്ക് കഴിക്കാനായിട്ട് ടേസ്റ്റ് കൂടുതൽ ചെറിയ കൂർക്ക തന്നെയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കറയൊട്ടും പിടിച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ചെറു കഷ്ണങ്ങളാക്കണമെങ്കിൽ ചെറു കഷ്ണങ്ങളാക്കിയെടുക്കാം. അല്ലാന്ന് വെച്ചാൽ ഇതിന് വരുന്ന ആ നാരുണ്ടല്ലോ, നാര് മാത്രം ഒന്ന് മുറിച്ച് കളഞ്ഞതിന് ശേഷം നമുക്ക് അങ്ങനെ കറി വയ്ക്കുകയാണെങ്കിൽ കറി വയ്ക്കാം കേട്ടോ. വലിയ കഷ്ണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം നമുക്കിതൊന്ന് മുറിച്ച് കൊടുത്താൽ മതി. ഇത് നല്ലപോലെ 1-2 വെള്ളത്തിൽ നമ്മൾ കഴുകിയെടുക്കണം. പിന്നെ നമ്മളിത് ഉരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ കല്ലും മണ്ണും എല്ലാം കളഞ്ഞതിന് ശേഷം മാത്രമേ കല്ലിലിട്ട് നമ്മൾ ഉരയ്ക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, കറയൊന്നും കയ്യിൽ പിടിച്ചിട്ടില്ല. ഈ നേരാക്കിയെടുത്ത കൂർക്ക കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. ഇനി വേറൊരു രീതിയിൽ കൂടി കൂർക്ക നേരാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി നമുക്ക് നോക്കാം കേട്ടോ. നല്ലപോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത കൂർക്കയാണിത്. ഇത് നമ്മൾ ഒരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില കൂർക്കകൾക്ക് നല്ല വേവ് ഉണ്ടാവുക, ചില കൂർക്കകൾ വേവ് കുറച്ച് കുറവായിരിക്കും കേട്ടോ. ഇതിലേക്ക് മുങ്ങി കിടക്കത്തക്ക രീതിക്ക് നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം കുക്കർ അടച്ച് വിസിലിട്ട് കുക്കർ അടുപ്പത്തേക്ക് വെച്ചതിന് ശേഷം ഒരു വിസിലെടുക്കുന്നുണ്ട്. അധികം വിസിലെടുക്കരുത്, കൂർക്ക വെന്ത് ഉടഞ്ഞു പോവേ. ഒരു വിസിലെടുത്താൽ മതി. അതിനുശേഷം നമ്മളിത് നല്ലപോലെ തണുത്ത വെള്ളത്തിലേക്കാണ് നമ്മളിത് കോരിയിട്ട് കൊടുക്കേണ്ടതായിട്ട്. എന്നിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിന് ശേഷം തൊലി കളയില്ലേ, അതുപോലെ നമുക്ക് ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇത് കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ തൊലിയെല്ലാം നീങ്ങി കിട്ടുന്നുണ്ട്. ഇത് നമ്മൾ വേവാൻ വെക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ നമ്മൾ ചെയ്തെടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ കറയൊന്നും പറ്റില്ല. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെറിയ കൂർക്കയാണെങ്കിലും നേരാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ. വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഷെയർ ചെയ്യാനും അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റായി അറിയിക്കാൻ കൂടി മറക്കല്ലേ. കയ്യിൽ കറിയൊന്നും പറ്റാതെ വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റാവുന്ന 2 മെത്തേഡാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. കൂർക്ക കാണാൻ ഇത്തിരി കുഞ്ഞനാണെങ്കിലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ മടി കാണിക്കാതെ ഇനി കൂർക്ക വരികയാണെങ്കിൽ വെച്ചാൽ കൂർക്ക മേടിക്കുക, എന്നിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതുപോലെയൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനും പറ്റും. കയ്യിൽ കറയൊട്ടും പിടിക്കില്ല. അതാ കണ്ടില്ലേ, ഒട്ടും കറ പിടിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ.